വിവാഹബന്ധത്തിലെ സംതൃപ്തി ഭൗതികം എന്നതിനേക്കാൾ ഏറെ ആത്മീകമാണ്. മൃഗത്തെപ്പോലെ താൽക്കാലികമായി ബന്ധപ്പെടുന്നത് കൊണ്ട് സംതൃപ്തി കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന മനുഷ്യൻ വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ ആദിപാഠം പോലും പഠിച്ചിട്ടില്ല. ആ ശൂന്യത മാറ്റുവാൻ ഓടി നടന്ന് മാറാരോഗങ്ങൾ വിലയ്ക്ക് വാങ്ങുന്നു. ജീവസന്ദേശത്തിൻ്റെ എല്ലാ കേൾവിക്കാരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം മനുഷ്യനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കപ്പെടേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി എന്നാകുന്നു അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ 1-ാം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടണം എന്ന് താൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭാര്യാഭർത്തൃബന്ധത്തിലെ സ്നേഹത്തിൻ്റെ പ്രത്യേകത മറ്റാരുമായി അത് പങ്കുവയ്ക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാകുന്നു. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു തിരുവെഴുത്ത് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഉത്തമഗീത പുസ്തകത്തിൻ്റെ പഠനം ദൈവസ്നേഹത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് നമ്മളെ നയിക്കുമെന്നുള്ളതിന് സംശയമില്ല. നമുക്ക് ശ്രദ്ധിക്കാം. മനുഷ്യർ പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടെ ഉത്തമഗീത പുസ്തകം പഠിക്കുവാൻ നമുക്ക് സാധിച്ചു. എന്നാൽ അത് നമ്മുടെ കുടുംബജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ഒരുപോലെ പരിപോഷിപ്പിക്കുവാൻ ശക്തമാകുന്നു എന്ന് നാം ഇതിനോടകം ചിന്തിക്കുകയുണ്ടായി, ചില കാര്യങ്ങൾ കാണുകയുണ്ടായി. ഉത്തമഗീത പുസ്തകത്തിലെ 4 വ്യത്യസ്തവും പ്രധാനപ്പെട്ടതുമായ അർത്ഥങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. 1, ഭാര്യാഭർത്തൃബന്ധത്തിലെ സ്നേഹത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ് ഈ പുസ്തകം. 2, ഇസ്രായേലിനോടുള്ള യഹോവയായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ പുസ്തകം. 3, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ചിത്രം ഉത്തമഗീതത്തിൽ കാണുവാൻ കഴിയുന്നു. സഭ ക്രിസ്തുവിൻ്റെ കാന്തയാകുന്നു, മണവാട്ടിയാകുന്നു. 4, ഓരോ വ്യക്തിയോടുമുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ആത്മാവിന് ക്രിസ്തുവുമായുള്ള സംസർഗത്തെയും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് മനുഷ്യർ വാസ്തവത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്ത്യ ജീവിതം എന്നാൽ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന കളിപ്പാട്ടം ഒരുമിച്ച് ചേർക്കുവാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ചനുസരിക്കുന്നത് പോലെ ഏതാണ്ടൊക്കെ കുറേ അനുസരിക്കുന്നതാകുന്നു, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതാകുന്നു എന്നത്ര പലരുടെയും അഭിപ്രായം. എ എന്നെഴുതിയിരിക്കുന്ന കഷ്ണം എടുത്ത് ബി എന്ന് പറയുന്ന കഷ്ണത്തോട് യോജിപ്പിച്ച് സി അതിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടുമെന്ന് പറയാറില്ലേ? ക്രിസ്ത്യ ജീവിതം അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. അല്പം മനഃശാസ്ത്രവും പിന്നെ കുറേ സാമാന്യ ബുദ്ധിയും പറഞ്ഞ് ഫലിപ്പിക്കുവാനുള്ള കഴിവും അല്പം ചില വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് അവിടെയും ഇവിടെ നിന്നും ഒക്കെ എടുത്ത് ഉപയോഗിച്ചാൽ അത് മതി വിജയകരമായൊരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ കുറിപ്പടി എന്ന് പലരും ചിന്തിക്കുന്നു. എത്ര ബാലിശമായൊരു ചിന്ത! കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ മറ്റെന്തിലും അധികം സ്നേഹിക്കാത്തവന് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുവാൻ കഴിയില്ല സുഹൃത്തെ. ഊണിലും ഉറക്കത്തിലും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന, അതേ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്ന, അവനെ മാത്രം പ്രസാദിപ്പിക്കുന്ന മനോഭാവം, അതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമുക്ക് ആവശ്യമായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായി ആളത്വപരമായ ബന്ധമാണ്. അവനോട് അത്യധികമായ ഈ സ്നേഹം നമുക്കുണ്ടായിരിക്കണം. ഇന്ന് കണ്ടുവരുന്നത് പോലെയുള്ള ശീതോഷ്ണസ്ഥിതി, ചൂടുണ്ടോ അതുമില്ല, തണുപ്പുണ്ടോ അതുമില്ല, ആ സ്ഥിതി അതാകരുത്. മന്ദീഭവിച്ച ആ അവസ്ഥ അത് കർത്താവിന് തൃപ്തികരമല്ല. നമ്മുടെ ഈ ലോകത്തിലെ ബന്ധങ്ങളിൽ പോലും നാം അങ്ങനെയുള്ളൊരു ബന്ധം ആസ്വദിക്കാറില്ലല്ലോ. ചൂടുമില്ല തണുപ്പുമില്ലാത്ത വിധത്തിൽ ഒരാളെ കാണുമ്പോൾ എന്നാ ഉണ്ട്, എപ്പോൾ വന്നു,
ഇത്രമാത്രം ചോദിക്കുന്ന ഒരു ബന്ധമാണോ നാം ഏറ്റവും അധികം സ്നേഹം ആഗ്രഹിക്കുകയും സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത്? സമർപ്പിക്കപ്പെട്ട ക്രിസ്തുവിശ്വാസികൾ പോലും ഇന്ന് വളരെ തണുത്ത മന്ദീഭവിച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ചിലർ തങ്ങളുടെ മനോഭാവത്തിൽ സ്നേഹമില്ലാത്തവരും വിദ്വേഷികളുമായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനോട് ആളത്വപരമായ വ്യക്തിപരമായ യഥാർത്ഥ സ്നേഹമാണ് നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത്. ഈ ചെറിയ പുസ്തകം വ്യക്തിപരമായി കാണേണ്ടതും പഠിക്കേണ്ടതുമാണ്. കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലാത്തവർക്കുള്ളതല്ല ഈ പുസ്തകം. കർത്താവായ യേശുക്രിസ്തുവിനോട് വ്യക്തിപരമായ സ്നേഹബന്ധം ഉള്ളവർക്കുള്ള പുസ്തകമത്രേ ഉത്തമഗീത പുസ്തകം. അതുകൊണ്ട് ഇത് പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാൻ ഏതോ മനഃശാസ്ത്രം പഠിപ്പിക്കുവാൻ വന്നിരിക്കുകയല്ല എന്ന് ഓർപ്പിക്കട്ടെ. അതുപോലെ ഇന്ന് ലഭിക്കുന്നതായ അശ്ലീല പുസ്തകങ്ങളിൽ പറയുന്നത് പോലെയുള്ള ചില കഥകൾ പറഞ്ഞ് പഠിപ്പിക്കുവാൻ വന്നിരിക്കുകയല്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, കർത്താവായ യേശുക്രിസ്തുവും നാം ഓരോരുത്തരും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ ആഴത്തെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ദൈവവചനം. ഈ പുസ്തകത്തിലെ കഥാസാരം നമുക്കൊന്ന് നോക്കാം. ഒരു കഥാപാത്രം സംസാരിക്കുകയും മറ്റൊരാൾ പ്രത്യുത്തരം പറയുകയും ചെയ്യുന്ന രീതിയാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. ഇതിൽ അനേകം കഥാപാത്രങ്ങളുണ്ട്. യുവതിയായ കാന്ത, അവൾ ശൂലേംകാരിയാണ്. യെരുശലേം പുത്രിമാർ, പിന്നെ കാന്തൻ, ശൂലേംകാരത്തിയുടെ കുടുംബം, കുടുംബത്തിൽ തന്നെ പിതാവ് മരിച്ചുപോയി കാണും, പിന്നെ മാതാവ്, പിന്നെ 2 സഹോദരിമാർ, 2 അതിലധികമോ പുത്രന്മാർ. ഇത്രയും പേരാണ് കുടുംബത്തിലുള്ളത്. ഉത്തമഗീതത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഏറെ പ്രചാരത്തിലുള്ള ഒന്നത്രേ ഈ 19-ാം നൂറ്റാണ്ടിലെ ജർമ്മൻ യുക്തിവാദ സ്കൂളുകളിൽ നിന്നും പ്രചരിച്ച ചിന്തകൾ. ഇത് നാം ഓർത്തിരിക്കണം. സഭയിൽ ലിബറൽ ദൈവശാസ്ത്രം ആദ്യം നുഴഞ്ഞു കയറിയത് ഈ ചിന്താഗതിക്കാരിൽ നിന്നുമാകുന്നു. വിശാല ചിന്താഗതിക്കാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ കൂട്ടർ സങ്കുചിത ചിന്താഗതിക്കാരും അവിശ്വാസികളുമാകുന്നു. ഇവരുടെ വ്യാഖ്യാനപ്രകാരം ശലോമോൻ ശൂലേംകാരത്തി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നും ആദ്യം അവനിൽ താല്പര്യമില്ലാതിരുന്ന അവൾ പിന്നീട് അവനുമായി സ്നേഹത്തിലായി എന്നും പഠിപ്പിച്ചു. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ തന്നെ മാറ്റ് മുഴുവൻ ഇല്ലാതാക്കുന്നതാണ്. പ്രഗത്ഭരായ അനേകം ഉണർവ് പ്രസംഗകരും മൂടിയെപ്പോലെയുള്ള പ്രസംഗകർ, വേദപണ്ഡിതന്മാർ തങ്ങളുടെ ശുശ്രൂഷയിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ പുസ്തകം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പവിത്രത കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം പണ്ടേ തള്ളിക്കളഞ്ഞ വ്യാഖ്യാനമാകുന്നു. ഈ നാടകത്തിൻ്റെ അവതരണ പശ്ചാത്തലം യെരുശലേമിലെ കൊട്ടാരമാണ്. ചില രംഗങ്ങൾ കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്നവയാണ്. നാം ഇംഗ്ലീഷിൽ പറയുമല്ലോ ഫ്ലാഷ് ബാക്ക് എന്ന്, പഴയ കാര്യങ്ങൾ ഓർക്കുകയും അത് പറയുകയും ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങളുണ്ട് ഇതിനകത്ത്. ഈ സംസാരങ്ങൾ വാസ്തവത്തിൽ പാടേണ്ടവയാണ്, കവിതയാണല്ലോ. ശൂലേംകാരത്തി പെൺകുട്ടി പറയുന്നു, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കിയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കിയാലും എന്നെ തുറിച്ചു നോക്കരുത്. എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ച് എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കിയെന്ന്. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല താനും. 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഈ പാവപ്പെട്ട ശൂലേം കുടുംബത്തിലെ മൂത്ത പെൺകുട്ടി മുന്തിരിത്തോട്ടം കാക്കുവാൻ നിർബന്ധിതയായിത്തീർന്നു. മുന്തിരിത്തോട്ടത്തിൽ പകലത്തെ സൂര്യൻ്റെ ചൂടേറ്റ് അവൾ കറുത്ത് ഇരുണ്ടവളായിത്തീർന്നു. കുന്നിൻ പ്രദേശമായ എഫ്രീൻ മലനാട്ടിലാണ് ഈ കുടുംബം ജീവിച്ചിരുന്നത് എന്ന് കരുതാം. അവർ കൃഷിക്കാരായിരുന്നു. 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ശലോമോന് ബെൽഹാമോനിൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആ മുന്തിരിത്തോട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു. അവൻ്റെ പാട്ടമായിട്ട് ഓരോരുത്തൻ 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു. അവിടെയാണ് 1-ാമത്തെ രംഗം നടക്കുന്നത്. പെൺകുട്ടി ചൂടേറ്റ് കരിവാളിച്ചിരുന്നു. താൻ നിന്ദിതയായി അവൾക്ക് തന്നെ തോന്നി. അക്കാലത്ത് വെയിൽ കൊണ്ട് കറുത്തിരിക്കുക എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തി എന്നായിരുന്നു അർത്ഥമാക്കിയിരുന്നത്. പെൺകുട്ടികൾക്ക് അവരുടെ
ത്വക്ക് ഏറ്റവും മനോഹരമായി സൂക്ഷിപ്പാനുള്ള ആഗ്രഹമാണല്ലോ സാധാരണ കാണാറുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഈ ബ്യൂട്ടി പാർലറുകൾ വളരെയധികം കാണുന്നത്. ഈ പെൺകുട്ടി വെയിലത്ത് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്ത് കറുത്തവളായിരുന്നു എന്ന് മാത്രമല്ല, അവൾക്ക് തൻ്റെ മുന്തിരിത്തോട്ടം കാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് അവൾ പറയുന്നു. അതായത് അവൾക്ക് ബ്യൂട്ടി പാർലറുകളിൽ പോകുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നർത്ഥം. അവൾ ഒരു സ്വാഭാവികമായി സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ആയിരുന്നിരിക്കണം, ജന്മനാ ഉള്ള സൗന്ദര്യം. എന്നാൽ അവൾക്കത് നിലനിർത്തുന്നതിനോ വർദ്ധിപ്പിക്കുന്നതിനോ കഴിഞ്ഞില്ല. അവൾ വീട്ടിനു വെളിയിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്തിരുന്നു, അതും വെയിലത്ത്. ആടിനെ നോക്കുന്ന ജോലിയും അവളുടെ സഹോദരന്മാർ അവൾക്ക് നൽകിയിരുന്നു എന്ന് 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് പിന്തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് നാം വായിക്കുന്നു. അങ്ങനെ അവൾ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുകയും ആടുകളെ മേയ്ക്കുകയും ചെയ്തിരുന്നു. അവൾ ജോലി ചെയ്തിരുന്ന ആ കുന്നിൻ പ്രദേശത്തു കൂടി കച്ചവടക്കാരുടെ ഒട്ടകങ്ങൾ ഇങ്ങനെ പോകുമായിരുന്നു. അവൾ തലയുയർത്തി നോക്കുമ്പോൾ യെരുശലേമിനും ദമസ്കോസിനും ഇടയിൽ യാത്ര ചെയ്യുന്ന ആളുകളെ അവൾക്ക് ആ സ്ഥലത്ത് നിന്ന് കാണുവാൻ കഴിയുമായിരുന്നു. അവളുടെ പ്രതികരണം നാം ഇപ്രകാരം കാണുന്നു. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, മൂറും കുന്തുരുക്കവും കൊണ്ടും കച്ചവടക്കാരൻ്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോരിവൻ ആർ. കച്ചവടക്കാരുടെ ഒട്ടകങ്ങളെയും കൊട്ടാരത്തിലെ സൗന്ദര്യവതികളായ സ്ത്രീകളെ വഹിച്ചിരുന്ന ഒട്ടകങ്ങളെയും അവൾ കണ്ടിരുന്നു. ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അവർ മൂടുപടം ധരിച്ചിരുന്നു. അവരുടെ മനോഹരമായ ആഭരണങ്ങളും വിലയേറിയ വസ്ത്രങ്ങളും ഈ പെൺകുട്ടിക്ക് കാണാമായിരുന്നു. അവൾക്കതുപോലെയുള്ള യാതൊന്നും തന്നെ ഇല്ലായിരുന്നു. അവൾക്കതിനെക്കുറിച്ച് ആഗ്രഹം മനസ്സിൽ ഉണ്ടായിരുന്നിരിക്കണം. കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ സുഗന്ധദ്രവ്യങ്ങളുടെ മൂരിൻ്റെയും കുന്തിരുക്കത്തിൻ്റെയും ഒക്കെ സുഗന്ധം അവൾക്ക് മണക്കുവാൻ കഴിയുമായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന മരണം ഇവിടെ നല്ല ഒരു ചിത്രമായി വരച്ച് കാണിക്കുകയാണ്. അവൻ്റെ ജനനത്തിങ്കൽ വിദ്വാൻമാർ മൂര് കാഴ്ചയർപ്പിച്ചു. അവൻ മരിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിന്മേൽ അവർ മൂര് ഇട്ടു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ആത്മീയ സത്യങ്ങളാണത്രേ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടുത്തെ സൗന്ദര്യം അടുത്ത് ദർശിക്കുവാൻ കഴിയുന്ന അനുഭവം. ഒരു ദിവസം ഈ പെൺകുട്ടി തൻ്റെ ആടുകളെ ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുമുഖനായ ആട്ടിടയൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവന് അവളോട് പ്രേമമായി. ഇത് ക്രിസ്തുവിൻ്റെയും സഭയുടെയും ചിത്രമാണ് എന്നിപ്പോൾ തന്നെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ അവളോട് പറഞ്ഞത് ഇപ്രകാരമാണ്. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. വീണ്ടും അവൻ പറയുന്നു 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, എൻ്റെ പ്രിയേ നീ സുന്ദരി, നീ സുന്ദരി തന്നെ, നിൻ്റെ മൂടുപടത്തിൻ നടുവേ നിൻ്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെ ഇരിക്കുന്നു, നിൻ്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരുവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാകുന്നു. വളരെ മനോഹരമായ കവിതാ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന് സഭയോടുള്ള സ്നേഹത്തിൻ്റെ ചിത്രം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്രിസ്തു സഭയെ സ്നേഹിച്ച് തന്നെത്താൻ അവൾക്ക് വേണ്ടി അവൻ കൊടുത്തു. അവസാനം പെൺകുട്ടി തൻ്റെ ഹൃദയം ആട്ടിടയ ബാലന് കൊടുത്തു. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയനിരിക്കുന്നു. അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. കാന്തയെക്കുറിച്ച് പറയുമ്പോൾ പ്രിയ എന്നും കാന്തനെക്കുറിച്ച് പ്രിയൻ എന്നുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇക്കാര്യം ശ്രദ്ധിച്ചോണം. കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഇപ്രകാരം ആഹ്വാനം തന്നിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? അവൻ താങ്കൾക്ക് വാസ്തവമായിരിക്കുന്നുവോ? താങ്കൾ അവനിൽ ആശ്വസിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടോ? ഈ ബന്ധം താങ്കൾക്ക് എത്രമാത്രം മനോഹരമാക്കി തീർക്കുവാൻ കഴിയും? ഒരു മതത്തെയോ സംഘടനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ സ്നേഹബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് ഈ പറയുന്ന മതത്തിൻ്റെയൊക്കെ വെളിയിലാണ്. ഈ
കാന്ത, പ്രിയ, അവൾ തൻ്റെ ഹൃദയം അവന് കൊടുത്ത ശേഷം അവർ അത്യധികം പ്രേമപരവശരായി തീർന്നു. അവർ സ്നേഹബന്ധത്തിൻ്റെ അത്യാനുഭൂതിയിലെത്തി. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ, അവൻ താമരകളുടെ ഇടയിൽ ആടുമേയിക്കുന്നു എന്ന് 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. എത്ര മനോഹരമായ ചിത്രം! അവർ തമ്മിൽ വളരെ മനോഹരമായ വ്യക്തിപരമായ ബന്ധം പുലർത്തി. അവൻ ആ സ്ഥലത്തു കൂടി സഞ്ചരിച്ചപ്പോൾ ഒരിക്കൽ അവൻ അവളെ അത്താഴത്തിന് കൊണ്ടുപോയി. അവൻ ഒരു ആട്ടിടയനാകുന്നു എന്ന് മാത്രമേ അവൾക്ക് അവനെക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂ. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു എന്ന് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവൻ വളരെ വ്യത്യസ്തനായ ഒരു ആട്ടിടയനായിരുന്നു. അവൾക്ക് കാണുവാൻ കഴിയുന്ന ആടുകൾ അവനില്ലായിരുന്നു. അവൻ്റെ അടുത്തെങ്ങും ആടില്ലായിരുന്നു. അവൻ്റെ ആടുകളെക്കുറിച്ച് അവൾ അവനോട് ചോദിച്ചു. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, എൻ്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ? ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ? നിൻ്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെപ്പോലെ ഇരിക്കുന്നത് എന്തിന്? എവിടെയാണ് അവൻ്റെ ആടുകൾ? അവൻ അസാധാരണനായ ഒരു ആട്ടിടയനാണ്. അങ്ങനെ ഇരിക്കെ താൻ അകലെ പോവുകയാണ്, ദൂരെ പോവുകയാണെന്നും ഒരു ദിവസം മടങ്ങി വരുമെന്നും അവൻ അവളോട് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളുമായി ഇതിന് വളരെ സാമ്യമുണ്ടല്ലേ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞുപോയി. അവൾ അവനു വേണ്ടി കാത്തിരുന്നു. അവസാനം അവരുടെ കുടുംബാംഗങ്ങളും സ്നേഹിതരും അവളെ കളിയാക്കുവാൻ തുടങ്ങി. അവർ ഇങ്ങനെ പറഞ്ഞു, നീ വെറും ബുദ്ധികെട്ട ഒരു ഗ്രാമീണ പെൺകുട്ടിയാണ്. എന്തിനവനായി കാത്തിരിക്കണം? അവൻ ചതിച്ചിട്ട് പോയില്ലേ? വാക്കുകളൊക്കെ പാഴായില്ലേ? വാഗ്ദാനങ്ങളൊക്കെ പോയില്ലേ? നമ്മുടെ നാളുകളിലും ഇതുതന്നെ സംഭവിക്കുമെന്നത്രേ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീനെന്ന്. എങ്കിലും അവൾ അവനെ സ്നേഹിച്ചു. അവൾ അവനെക്കുറിച്ച് സ്വപ്നം കണ്ടു. ഒക്കെ സ്വാഭാവികം മാത്രം. അവൾ പറയുന്നു 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, രാത്രി സമയത്ത് എൻ്റെ കിടക്കയിൽ ഞാൻ എൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഇവിടെ ഞാനൊരു പ്രത്യേക കാര്യം താങ്കളോട് വ്യക്തിപരമായി ചോദിക്കട്ടെ. കർത്താവ് അടുത്തില്ല എന്ന ചിന്തയിൽ താങ്കൾക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? അവനു വേണ്ടി അമിതമായി വാഞ്ചിക്കുന്ന ഒരു ഹൃദയം താങ്കൾക്കുണ്ടോ? അവനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അനുഭവം താങ്കൾക്കുണ്ടോ? ഒരു രാത്രി അവൾ വളരെ അസ്വസ്ഥയായി തൻ്റെ കിടക്കയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മുറിയിൽ ഒരു സുഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ പെട്ടെന്ന് വാതിലിലേക്ക് ഓടി. 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നിന്നും വായിക്കുന്നു, എൻ്റെ പ്രിയന് തുറക്കേണ്ടതിന് ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൈ മൂറും, എൻ്റെ വിരൽ മൂരിൻ തൈലവും തഴുതുപടികളിന്മേൽ പൊഴിച്ചു. അവൻ അവിടെ വന്നിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൻ അവളെ മറന്നു കളഞ്ഞില്ല എന്ന കാര്യം അവൾക്ക് അറിയാമായിരുന്നു. അതേ പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിൻ്റെ സുഗന്ധം താങ്കളുടെ ജീവിതത്തിൽ ഇന്ന് വെളിപ്പെടുന്നുണ്ടോ? മതപരമായ ചടങ്ങുകൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത്. ക്രിസ്തു താങ്കൾക്ക് ഇപ്പോൾ എത്രമാത്രം വാസ്തവമായിരിക്കുന്നു എന്ന് താങ്കൾ പരിശോധിക്കുക. ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സുഗന്ധം വെളിപ്പെടുന്നുണ്ടോ? തൻ്റെ പ്രാണപ്രിയൻ അടുത്തുണ്ട് എന്ന് അവൾ മനസ്സിലാക്കി. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. തടവിലായിരുന്നപ്പോൾ കർത്താവ് തന്നോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പൗലോസിന് പറയുവാൻ കഴിഞ്ഞു. ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഒരിക്കൽ അവൾ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കിയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ. കൊച്ചു കുറുക്കന്മാർക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത വിധം അവൾ മുന്തിരിക്കുലകൾ ഉയർത്തി കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രദേശത്ത് അവർ മുന്തിരിവള്ളികൾ നിലത്ത് തന്നെ പടർത്തി വളർത്തുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ അവൾ ഇപ്പോൾ ചെറു കുറുക്കന്മാർക്ക് എത്താത്ത വിധം അവയെ ഉയർത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ ആ തെരുവിൽ ഒരു പുകത്തൂൺ വരുന്നതായി കാണുന്നു, വലിയൊരു പുകത്തൂൺ. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, മൂറും കുന്തുരുക്കവും കൊണ്ട് കച്ചവടക്കാരൻ്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോരിവൻ ആർ. ശലോമോൻ രാജാവ് വരുന്നു എന്ന് വിളിച്ചു പറയുന്നത് അവൾ ശ്രദ്ധിച്ചില്ല. അവൾ വളരെയധികം ജോലിത്തിരക്കിലാണ്. അവൾക്ക് ശലോമോൻ രാജാവിനെ അറിയില്ല. അപ്പോൾ ആരോ അവളുടെ അടുത്ത് ചെന്ന് അവളോട് പറയുന്നു, ശലോമോൻ രാജാവ് നിന്നെ വിളിക്കുന്നു. ശലോമോൻ രാജാവിനെ എനിക്കറിയില്ലല്ലോ, അവൻ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? ഞാൻ അവനെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ, അവൻ പിന്നെ എന്നോട് എന്ത് പറയുവാനാണ് എന്നെ വിളിക്കുന്നത് എന്നവൾ ചോദിച്ചു കാണും. പക്ഷേ അവൾ ഉടനെ പറയുന്നത് ശ്രദ്ധിച്ച് 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, അതാ എൻ്റെ പ്രിയൻ്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. എൻ്റെ പ്രിയൻ ചെറുമാനിനും കലക്കുട്ടയ്ക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിൽക്ക് പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലിലൂടെ നോക്കുന്നു, അഴിക്കിടയിൽ കൂടി ഒളിഞ്ഞു നോക്കുന്നു. എൻ്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. അങ്ങനെ അവളെ ശലോമോൻ രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. ശലോമോൻ രാജാവ് ആരാകുന്നു എന്ന് താങ്കൾക്കറിയാമോ? അവൾ കാത്തിരുന്ന അവളുടെ ആട്ടിടയൻ. അവൻ അവൾക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ വാഗ്ദത്തം ഇതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കുന്നു. നമുക്ക് വേണ്ടി വീണ്ടും വരുമെന്ന് കർത്താവായ യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതെ, 2-ാം അധ്യായത്തിൻ്റെ 11, 12, 13 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ശീതകാലം കഴിഞ്ഞു മഴയും മാറിപ്പോയല്ലോ, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു, വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു, കുറുപ്രാവിൻ്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു, അത്തിക്കായകൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എൻ്റെ പ്രിയേ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. ഈ ദിവസങ്ങളിൽ ഒരിക്കൽ നമ്മുടെ കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുവാൻ വരും. താങ്കൾ ഈ ലോകത്തോട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു? അവിടുന്ന് ഇപ്പോൾ വന്ന് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്ന പക്ഷം അത് താങ്കളുടെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണോ? ഇവിടെ സുഖമായി സംതൃപ്തമായി ഇരിക്കുന്നതാണ് നല്ലതെന്ന് കരുതുന്ന ചില ക്രിസ്തു വിശ്വാസികളുണ്ട്. അവർക്ക് വേണ്ടി അവൻ വരുന്ന പക്ഷം അവർ കരഞ്ഞുകൊണ്ടേ പോവുകയുള്ളൂ. കാരണം അവർ ഈ ലോകത്തോട് അത്രമാത്രം പറ്റിച്ചേർന്നാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവരുടെ എസ്റ്റേറ്റും വീടും അവരുടെ ജോലിയും മക്കളും അയ്യോ അവരെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാന്തൻ അവളോട് പറയുന്ന ഈ വാക്കുകൾ ശ്രദ്ധിച്ചാട്ടെ, എൻ്റെ പ്രിയെ എഴുന്നേൽക്ക, എൻ്റെ സുന്ദരി വരിക. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ. അവിടെയാണ് കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നത്. പാറയുടെ പിളർപ്പിൽ ഞാൻ നിൻ്റെ മുഖമൊന്ന് കാണട്ടെ, നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിൻ്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. എത്ര മഹത്വകരമായ കാര്യമാണിതല്ലേ? 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നു,
എൻ്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. രക്ഷ എന്നതൊരു സ്നേഹത്തിൻ്റെ കഥയാണ്, പ്രേമകഥ എന്ന് നമ്മൾ പറയില്ലേ. അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. നാം അവനെ സ്നേഹിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ ഈ പറഞ്ഞതുപോലെ കാണുവാൻ സാധിക്കുന്നുണ്ടോ? അവനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലായി തീർന്നിട്ടുണ്ടോ? അതിനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് മറ്റെന്തിലേക്ക് തിരിഞ്ഞാലും അതിനെ വ്യഭിചാരത്തിന് തുല്യമായിട്ടാകുന്നു ദൈവം കണക്കിടുന്നത്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഈ തീഷ്ണതയുടെ കാരണം മനസ്സിലാകുകയുള്ളൂ. സ്നേഹത്തിൻ്റെ അളവുകോലായി ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയത് തൻ്റെ സ്നേഹമാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഭർത്താക്കന്മാർക്കുള്ള വിശുദ്ധ പൗലോസിൻ്റെ ഉപദേശത്തിലും ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ എന്നാകുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.